സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ വിളക്കന്നൂർ ഇടവകയിലെ റെജി എന്ന് പറയുന്ന സഹോദരിയോടൊപ്പമാണ് നമ്മളായിരിക്കുന്നത്. റെജി ചേച്ചി, ശംശയായിരിക്കട്ടെ. അന്ന് പള്ളിയിലെ നവംബർ മാസം 15-ാം തീയതി 2013 ഈ അത്ഭുതം നടക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന മധ്യേ ചേച്ചി അതിന് സാക്ഷ്യം വഹിച്ചാണ്. അന്നുണ്ടായ അനുഭവങ്ങളൊക്കെ ഒന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? അന്ന് പിന്നെ പതിവ് പോലെ കുർബാനയ്ക്ക് രാവിലെ 6:30 കുർബാനയ്ക്ക് പോയി. അന്നേരം പതിക്കലച്ഛനായിരുന്നു വികാരി അച്ഛനായിരുന്നു കുർബാന ചൊല്ലിയത്. പിന്നെ കുർബാന മധ്യേ അച്ഛൻ എന്തോ ഒരു വല്ലാത്തൊരു റൂഹാഷ പ്രാർത്ഥനയില്ലേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി പറഞ്ഞ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛനെന്തോ പിന്നെ കപ്പ്യാരെ വിളിക്കുകയും പിന്നെ ഇതെന്താന്നിങ്ങനെ എന്തോ ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങളിങ്ങനെ കണ്ടു. അന്നേരം പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിന്നു. അന്നേരം കപ്പ്യാർ ഓടി വന്ന് സിസ്റ്റർമാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, പിന്നെ ഈശോയെ തിരുവോസ്തി കണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അന്നേരം പിന്നെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നിന്നേ. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് എന്തോ ഒരു ഞങ്ങളിങ്ങനെ നോക്കി നിന്ന് അച്ഛനും എന്തോ സ്റ്റക്കായിപ്പോയി കുർബാനയിൽ. അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്നും പറയുന്നില്ല. അച്ഛൻ എന്തോ ഒരു ഭയങ്കര വിഷമോ എന്തോ ഒരു ഇതുപോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ അച്ഛന് കപ്പ്യാർ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുകയും എന്തൊക്കെയോ ഇതായിരുന്നു. അന്നേരം ഞങ്ങൾ ഓർത്ത് അച്ഛൻ എന്തോ വിഷമം വന്നതാ, അച്ഛൻ എന്തോ സുഖമില്ലായികയാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പം പിന്നെ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് ഈശോയെ കാണിച്ചു തന്നു. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയെ കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്കെല്ലാം അങ്ങനെ എല്ലാവരും കണ്ട് പിന്നെ ഒത്തിരി അങ്ങോട്ട് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഈശോയെ തിരുവോസ്തിയിലുണ്ടെന്നറിയാം, എന്നാലും ഈശോയെ കണ്ടപ്പോഴുള്ള അനുഭവം ഒരു പ്രത്യേക അനുഭവമായിരുന്നു അത്. പരിശുദ്ധ കുർബാനയിൽ ആ ഒരു അതിന് സാക്ഷ്യം വഹിച്ചു. അതിനുശേഷമൊക്കെ ചേച്ചിയുടെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലൊക്കെ വിശ്വാസം പിന്നെ ഒത്തിരി വർദ്ധിച്ചു. ആ ഈശോയുടെ സ്നേഹം എല്ലാവരും അനുഭവിക്കാൻ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ പിള്ളേരെ പറഞ്ഞു വിടാനും പിന്നെ എല്ലാവരോടും ഞാൻ പറയും, ഈശോ നമ്മുടെ ദേവാലയത്തിൽ ഇത്രയും വലിയ അത്ഭുതം നടക്കാൻ നമ്മൾ അതിന് സാക്ഷിയാകാനും അവസരം കിട്ടിയതാണല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറയും. എല്ലാ ദിവസവും അത് പിന്നെ കുർബാന ഒറ്റ ദിവസം പോലും മുടക്കാറില്ല. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്.